സ്റ്റാർ മാർക്കുള്ള കറൻസി നോട്ടുകൾ, അതായത് നമ്മൾ കളക്ഷൻ ചെയ്യുന്നവർക്കിടയിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കളക്ട് ചെയ്യുന്നൊരു മേഖലയായിരിക്കും കറൻസി നോട്ടുകൾ. കറൻസി നോട്ടുകളിൽ തന്നെ കറൻസി നോട്ടുകളിൽ സീരിയൽ നമ്പറിൽ സ്റ്റാർ മാർക്കുള്ള കറൻസികൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കറൻസികളാണ്. അതുകൊണ്ട് തന്നെ കളക്ഷൻ ചെയ്യുന്നവർക്ക് അതൊരു ഇൻട്രസ്റ്റ് ഉള്ള മേഖലയുമാണ്. അപ്പം കളക്ട് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കറൻസി നോട്ടുകളിൽ സ്റ്റാർ മാർക്ക് വരുന്നത്. വളരെ അപൂർവമായിട്ടാണ് കറൻസി നോട്ടുകൾ അങ്ങനെ സ്റ്റാർ, അതായത് ഒത്തിരി ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒരു കറൻസി എടുത്ത് സ്റ്റാർ മാർക്കുള്ള കറൻസി തപ്പാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ കളക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഈ കാര്യം അറിയാമായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നോട്ടുകളിൽ സ്റ്റാർ മാർക്ക് വരുന്നത് എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എന്നാൽ അറിയാൻ മേലാത്തവരുടെ അറിവിലേക്ക് വേണ്ടി നമ്മൾ പറയുവാണ് എന്തുകൊണ്ടാണ് RBI ഇങ്ങനെയുള്ള കറൻസി നോട്ടുകളിൽ സ്റ്റാർ മാർക്ക് വരുന്നത്. അതായത് പ്രിൻറ്റിങ് സമയത്ത് എന്തെങ്കിലും എററുകൾ സംഭവിക്കുന്ന കറൻസി നോട്ടുകൾ റീപ്രിൻറ്റ് ചെയ്യുമ്പോൾ റീപ്രിൻറ്റ് ചെയ്യും. അങ്ങനെ റീപ്രിൻറ്റ് ചെയ്യുന്ന കറൻസികളിലാണ് സ്റ്റാർ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ കറൻസി, അതായത് ഇത് കറൻസി പ്രിൻറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു അല്ലെങ്കിൽ എറർ സംഭവിച്ചത് കൊണ്ട് അത് റീപ്രിൻറ്റ് ചെയ്ത കറൻസിയാണ്. അപ്പം ഇങ്ങനെയുള്ള കറൻസികൾ വളരെ കുറവായിട്ടാണ് ഇറങ്ങുന്നത്, അതായത് സ്റ്റാർ മാർക്കുള്ള. കാരണം RBI പ്രിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ കറൻസികളും അങ്ങ് എറർ ആകത്തില്ലല്ലോ, വളരെ അപൂർവമായിട്ടായിരിക്കും എറർ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ട് സംഭവിക്കുമ്പോൾ അതവർ റീപ്രിൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് കറൻസികൾ വളരെ കുറവാണ്, അതായത് വളരെ കുറവായിട്ടാണ് ഇതുപോലുള്ള കറൻസികൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയും ഈ കറൻസി കളക്ഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള കളക്ഷനുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ കറൻസി എന്ന് പറയുന്നത്, അതായത് സ്റ്റാർ മാർക്കുള്ള കറൻസി. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്കിപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ സ്റ്റാർ മാർക്കുള്ള കറൻസികൾ നമ്മുടെ കയ്യിലുണ്ട്. വളരെ അപൂർവമായിട്ട് കിട്ടാൻ അപ്പോൾ ഇത് കളക്ഷൻ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും സ്റ്റാർ മാർക്ക് എന്താണ്, എന്തുകൊണ്ടാണ് വരുന്നത്, അറിയാൻ മേലാത്തവർ അറിവിലേക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇവിടെ ഇത്ര പ്രശ്നം കാണത്തില്ല, പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ഇതുമായി കളക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഡീലേഴ്സൊക്കെ ഇതുപോലുള്ള കറൻസികൾ ഇറങ്ങുമ്പം തന്നെ ഈ ബാങ്കുമായിട്ടുള്ള ടൈപ്പ് വെച്ചിട്ട് അവരത് മേടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കും, എന്നിട്ടത് പിന്നീട് അവർ മറച്ച് വിൽക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ഇവിടെയും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. എന്നാലും ഇങ്ങനെയുള്ള കറൻസികൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ സർക്കുലേഷനുള്ള കറൻസി ആയതുകൊണ്ട് തന്നെയും കളക്ഷൻ ചെയ്യുന്നവർക്ക് ഇത് ഇത്രയും ഹോൾഡ് ചെയ്ത് വെക്കാനും പാടായിരിക്കും. കാരണം അത്രയും നമ്മുടെ എമൗണ്ട് ബ്ലോക്ക് ആവുകയാണ്. 100 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ കറൻസി സ്റ്റാർ മാർക്കുള്ളത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഒരു എമൗണ്ട് നമുക്ക് ബ്ലോക്ക് ആവും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു കളക്ഷൻസ് വളരെ കുറവായിരിക്കും. പിന്നെയും അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരൊക്കെ ആയിരിക്കണം ഇങ്ങനെയുള്ള കറൻസികൾ സൂക്ഷിക്കുക. എന്നാലും കളക്ഷൻ അതായത് കറൻസി കളക്ഷൻ ചെയ്യുന്നവർക്ക് വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു കളക്ഷനാണ്. ഒത്തിരി പേര് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 10 രൂപ 20 രൂപ 50 രൂപ എന്നീ നോട്ടുകളിലൊക്കെ മാക്സിമം 50 രൂപ വരെയുള്ള കറൻസി നോട്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വളരെ ചെറിയ എമൗണ്ട് അല്ലേ, അതിലും കൂടുതലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വലിയ പാടായിരിക്കും, നമ്മൾ അത്ര എമൗണ്ട് ബ്ലോക്ക് ആവും. അപ്പം നമ്മൾ ഇത് അറിയാൻ മേലാത്തൊരു അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്തുകൊണ്ടാണ് സ്റ്റാർ മാർക്കുള്ള കറൻസികൾ RBI ഇറക്കുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, എറർ സംഭവിക്കുന്ന കറൻസി നോട്ടുകൾ റീപ്രിൻറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അറിവ് നമുക്ക് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഇടുന്നത്. അതായത് കളക്ഷൻ പർപ്പസ്, അതായത് നാണയങ്ങൾ, കറൻസികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ ബൈ.